എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിഗ്വിജയത്തിന്റെ 23-ാം സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയും തുടർന്നുള്ള കാര്യങ്ങൾക്കുമായി ആദിശങ്കര ഫൗണ്ടേഷന്റെ എല്ലാമായ ബ്രഹ്മശ്രീ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. എല്ലാവർക്കും നമസ്കാരം. ദിഗ്വിജയത്തിന്റെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഔപചാരികതയുടെ ആവശ്യമില്ലെങ്കിലും നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ നമ്മുടെ ഗുരുനാഥ സ്വാമിനി ദേവി ജ്ഞാനാമധിഷ്ഠയെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ സനാതനധർമ്മ പ്രചാരകർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അമ്മയോട് ഇന്നത്തെ ക്ലാസ് തുടങ്ങണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. ജയശങ്കര ജയശങ്കര ജയശങ്കര. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാക് യജ്ഞേന കൽപതാ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ദിഗ്വിജയം എന്ന പരിപാടിയുടെ ഭാഗമായി ശ്രീ ശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ
തത്വബോധം എന്ന പ്രഥമ പ്രവേശിക പ്രകരണ ഗ്രന്ഥമാണ് നാം ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് 5ാമത്തെ പ്രകരണമായ തത്വമസി എന്ന ഭാഗമാണ് നമ്മൾ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തത്വമസി എന്നത് മഹാവാക്യമാണ്. മഹാവാക്യം എന്നതിന്റെ അർത്ഥം മഹത്തായ ദാർശനിക രസ അനുഭൂതിയെ ദ്യോതിപ്പിക്കുന്ന വാക്യം. അത് അവാന്തര വാക്യമല്ല, അല്പവാക്യമല്ല, മഹാവാക്യമാണ്. ആ മഹാവാക്യത്തിന്റെ ശ്രവണം കഴിഞ്ഞ ക്ലാസ്സിലും നാം ഈ അധ്യായത്തെ ആസ്പദമാക്കി നടത്തുകയുണ്ടായി. എങ്കിലും ഈ മഹാവാക്യം ഛാന്തോക്യ ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നതാണ്. സാമവേദ അന്തർഹിതമായിരിക്കുന്ന ഛാന്തോക്യ ഉപനിഷത്തിലെ ഈ തത്വമസി എന്ന മഹാവാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. നാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽ തന്നെയും അതിന്റെ ആ ഉപദേശവാക്യത്തെ അതേപടി ഉൾക്കൊണ്ട് ആ അനുഭവ തലത്തിലേക്ക് ഉയരുന്നതിന് ഇതിന്റെ പഠിതാക്കൾക്ക്, ശ്രോതാക്കൾക്ക്, സാധകർക്ക് സാധിക്കണം എന്നുള്ളത് ഉപദേശിച്ച ഋഷിയുടെ സതുദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഛാന്തോക്യ ഉപനിഷത്തിലെ കുറച്ച് ഭാഗങ്ങളെ കൂടി ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഈ പരമമായ മഹാവാക്യത്തെ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി ശ്രവണം ചെയ്യാം. ഈ 5ാമത്തെ പ്രകരണത്തില് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏവം ച ജീവേശ്വരയോ ചൈതന്യരൂപേണ അഭേദ ബാധക അഭാവഃ. ഇപ്രകാരം ചൈതന്യ രൂപത്താൽ ജീവനും ഈശ്വരനും ഭിന്നങ്ങളല്ല. ജീവനും ഈശ്വരനും ഏകമായിരിക്കുന്ന ചൈതന്യമാണ്, ഒന്ന് തന്നെയാണ് എന്നാണ് നാം പറഞ്ഞു നിർത്തിയത്. ഛാന്തോക്യ ഉപനിഷത്തില് ഉദ്ദാലക മഹർഷി സ്വന്തം പുത്രനായ ശ്വേതകേതുവിനെ 12 വയസ്സുവരെ വേണ്ട പാഠങ്ങളൊക്കെ ഉപദേശിച്ചു, വേണ്ട രീതിയിൽ ഗ്രഹിച്ചു. അപ്പോഴ് ഉദ്ദാലക മഹർഷിക്ക് തോന്നി, ഞാൻ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നാൽ മതിയാകില്ല, പുത്രനെ മറ്റൊരു ഗുരുവിന്റെ അടുക്കൽ അയച്ച് ഗുരുകുല വിദ്യാഭ്യാസ രൂപേണ തന്നെ വേദങ്ങൾ ഗ്രഹിക്കട്ടെ എന്ന് ചിന്തിച്ചു. അങ്ങനെ 12 വയസ്സായപ്പോഴേക്കും ശ്വേതകേതുവിനെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അയച്ചു. വീണ്ടും ഒരു 12 വർഷക്കാലം 4 വേദങ്ങളും 6 വേദാംഗങ്ങളും ഒക്കെ ശരിയാം വണ്ണം ഗ്രഹിച്ച് 24 വയസ്സായപ്പോഴേക്കും ആശ്രമത്തിലേക്ക് തിരിച്ചെത്തുന്ന മകനെ ഉദ്ദാലക മഹർഷി ശ്രദ്ധിച്ചു. യഥാർത്ഥത്തില് ശരിയായ വേദ സാരം ഗ്രഹിച്ച, വിദ്യ ലഭിച്ച ഒരാൾക്ക് വിനയമാണ് ഉണ്ടാകേണ്ടത്. പിതാവിനോട് വേണ്ട ആദരവ് കാണിക്കാതെ വിദ്യ ഗ്രഹിച്ചവനാണ് എന്നുള്ള ഗർവോടുകൂടി കടന്നു വന്ന ശ്വേതകേതുവിനോട് പിതാവ് ചോദിച്ചു, മകനെ ഇങ്ങു വരൂ. മകൻ അടുത്തു വന്നു. പിതാവിനെ നമസ്കരിക്കാൻ പോലും വിസ്മരിച്ചു പോയി. പിതാവ് ചോദിച്ചു, ശ്വേതകേതോ, മകനെ, നീ ഏതൊന്നു കേട്ടാൽ എല്ലാം കേൾക്കപ്പെട്ടതായി തീരുമോ? യാതൊന്ന് ചിന്ത ചെയ്താൽ എല്ലാം ചിന്ത ചെയ്തതായി തീരുമോ? യാതൊന്ന് അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ? അതിനെ നീ അറിഞ്ഞുവോ? എന്താണ്? യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവ്വതും അറിയപ്പെട്ടതായി തീരുമോ? അതിനെ നീ അറിഞ്ഞുവോ? ജിജ്ഞാസു ആയ ശ്വേതകേതു, ബുദ്ധിമാനായ ശ്വേതകേതു ചോദിച്ചു, എന്ത് പിതാവേ, അങ്ങ് പറഞ്ഞത് ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ? അങ്ങനെ ഒരു വിദ്യ ഉണ്ടോ?
അങ്ങനെ ഒരു ജ്ഞാനമുണ്ടോ? അതെനിക്കറിയണം. ഉടനെ തന്നെ പിതാവ് പറഞ്ഞു, ഒരു മൺകട്ടയുടെ രഹസ്യം അറിഞ്ഞാൽ എല്ലാ മണ്ണിന്റെയും രഹസ്യം അറിയാം. അതെങ്ങനെയാണ്? വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യൈവ സത്യം. മണ്ണിൽ നിന്ന് നമ്മള് പലതരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ കലം, കുടം, ചട്ടി, ഇതില് ഒക്കെ സാരമായിട്ടുള്ളത് എന്താണ്? മണ്ണ് മാത്രമാണ്. മണ്ണിന്റെ കലം, മണ്ണിന്റെ കുടം, മണ്ണിന്റെ ചട്ടി, മറ്റ് മൺപാത്രങ്ങള് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടാല് രൂപം, അതിന്റെ ആകൃതി ഇടയ്ക്ക് വന്നതാണ്. ഇടയ്ക്ക് രൂപം അങ്ങനെ വന്നു ഭവിച്ചു, ഒരു പേര് വന്നു ഭവിച്ചു. ഈ നാമവും രൂപവും വന്നപ്പോഴും യഥാർത്ഥത്തിലുള്ളത് മണ്ണ് മാത്രമാണ്. അതുപോലെ സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകം ഏവ അദ്വിതീയം. ആദിയിൽ ഏകവും രണ്ടല്ലാത്തതും ഭാഗിക്കാൻ കഴിയാത്തതും പൂർണവുമായിരിക്കുന്ന ബോധസത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബോധം തന്നെയാണ് എങ്ങനെ മണ്ണ് പല മൺപാത്രങ്ങളായി നാമരൂപങ്ങളായി കണ്ടുവോ, അതുപോലെ പല നാമരൂപ ജഗദൃശ്യങ്ങളായി കാണപ്പെടുന്നത്. എന്ത് പിതാവേ അങ്ങ് പറഞ്ഞത്? നാമവും രൂപവും കലർന്ന ജഗദൃശ്യങ്ങൾ മണ്ണിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടായതുപോലെ തന്നെ ഉണ്ടായതെന്നാണോ? ഇത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ ഗംഭീരമായി നിമിത്ത കാരണത്തെയും ഉപാദാന കാരണത്തെയും ഒക്കെ വെച്ച് വിശദീകരിച്ചതാണ്. ആദ്യമായിട്ട് ക്ലാസ്സിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു പക്ഷേ സ്വല്പം ഗഹനത തോന്നാം. സാരമില്ല, തുടർന്നുള്ള ക്ലാസ്സുകൾ കേട്ടോണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ മുൻപുള്ള ക്ലാസ്സുകള് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ യൂട്യൂബുകളിലും ഉണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, ആ ബോധ ചൈതന്യം തന്നെയാണ് നാമരൂപാത്മകമായ ദൃശ്യങ്ങളായി വന്നത്. ഉടനെ ജിജ്ഞാസുവായ ശ്വേതകേതുവിന് സംശയമുണ്ടായി. അപ്പൊ നമ്മളുടെ ശരീരം അസ്ഥി, മജ്ജ, മലം, മൂത്രം ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ അങ്ങനെ ഉണ്ടായതാണോ? അതെങ്ങനെയാണ് പിന്നെ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ തന്നെ പഞ്ചീകരണ പ്രക്രിയ നമ്മൾ മൂന്നാമത്തെ പ്രകരണത്തിൽ ജഗത് സൃഷ്ടിയിൽ വിവരിച്ചതാണ്. അതെല്ലാവർക്കും വീണ്ടും മനനം ചെയ്യാം. ഒന്നുകൂടി വേണമെങ്കിൽ ശ്രവണവും ചെയ്യാം. എന്തായാലും ഇവിടെ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ നാമരൂപ പ്രപഞ്ചം സങ്കല്പത്താലാണ് ഉണ്ടായത്. സങ്കല്പത്താൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ കാണപ്പെടുന്ന സ്ഥൂല ശരീരം വളരെ ലളിതമായി പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്: പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. എങ്കിലും പൃഥ്വി, അപ്പ്, തേജസ് ഇവ കൂടുതലായി ചേർന്നിട്ടാണ്. അതിന്റെ പഞ്ചീകരണ പ്രക്രിയ ഉണ്ട്. അതിനെ ഗഹനതയിൽ മനസ്സിലാക്കാതെ ലളിതമായിട്ടൊന്ന് വിവരിച്ച് തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പറഞ്ഞതാണ്, അതായത് എങ്ങനെയാണ് അഗ്നിയില് ചുവപ്പ് നിറം, വെളുപ്പ് നിറം, കറുപ്പ് നിറം, ഇങ്ങനെ 3 വർണ്ണങ്ങൾ കാണാറുണ്ട്. കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, ഇതൊക്കെ അഗ്നിയിൽ കാണും. മാത്രമല്ല, അഗ്നിയുടെ രൂപത്തെ പറ്റി പറഞ്ഞാൽ അഗ്നി സപ്തജിഹ്വ എന്നാണ് പറയുന്നത്. 7 വർണ്ണങ്ങളുണ്ട്, കാളി, കരാളി, അതങ്ങനെ പോകുന്നു. എന്തായാലും ഈ 3 നിറങ്ങളും ഓരോ ഭൂതത്തിന്റെ ആധിക്യത്തെ കാണിക്കുന്നു. ചുവപ്പ് നിറം അതിന്റെ അഗ്നിയുടെ ആധിക്യത്തെ കാണിക്കുമെങ്കിൽ വെളുപ്പ് നിറം ജലത്തിന്റെയും കറുപ്പ് നിറം പൃഥ്വിയുടെയും സാന്നിധ്യത്തെ കാണിക്കുന്നു. വെളുപ്പ്, ചുവപ്പ്, കറുപ്പ്. ചുവപ്പ് അഗ്നിയുടേത്,
വെളുപ്പ് ജലത്തിൻ്റെത്, കറുപ്പ് പൃഥ്വിയുടേത്. ഇത് മൂന്നും ചേർന്നാണ് അഗ്നി തന്നെ നിലനിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അന്നത്തിലും ഈ അന്നത്തിൽ നിന്ന് എങ്ങനെ നമ്മളുടെ ശരീരം ഉണ്ടാകുന്നു എന്നും നീ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഈ പഞ്ചഭൂതങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നതിന്, അത് ചൈതന്യമായിരിക്കുന്നതിന് ആധാരമായിരിക്കുന്ന ഗുപ്തമായ ഗുഹ്യമായ ഒരു ഏകത്വ ചൈതന്യമുണ്ട്, പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ അറിയണമെങ്കിൽ നമ്മളുടെ മനസ്സ്, ബുദ്ധി, പ്രാണൻ, ചിത്തം ഇവയൊക്കെ നിർമ്മലമായിരിക്കണം. ഇത് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാല് സമാധാനം മാത്രമാണ്. സമാധാനത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ സത്യത്തിനോടുള്ള അഭിനിവേശവും ഓരോരുത്തരെയും ഇത്തരത്തിലുള്ള സനാതന ധർമ്മ സാരം ഗ്രഹിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഉള്ളിലിരുന്നു കൊണ്ട് ഏതോ ഒരു ചൈതന്യം പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ശ്രവണം ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ആത്യന്തികമായ സമാധാനം ലഭിക്കുന്നുണ്ടോ? സമാധാനത്തിനുള്ള മാർഗം എന്താണ്? എന്തുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് ലഭിക്കുന്നില്ല? ഇത് ശ്രദ്ധയോടെ ശ്രവണം ചെയ്യുന്ന ഓരോരുത്തർക്കും ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം. അവനവന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം അവനവന്റെ മനസ്സും ബുദ്ധിയും തന്നെയാണ്. അവനവന്റെ അസമാധാനത്തിന് കാരണം അവരവരുടെ ചിന്തകളാണ്. ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അഷ്ടരാഗങ്ങളെ അകറ്റാൻ കഴിയുന്നില്ല. അഷ്ടരാഗങ്ങൾ അകന്നാൽ ആർക്കും സമാധാനമാണ്. ഈ അഷ്ടരാഗങ്ങൾ ഉണ്ടാക്കുന്ന വിപത്തുകളെ പറ്റി ഏവർക്കും കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് പോലും വിവേചന ബുദ്ധിയാ വിവേക സംശുദ്ധി കൈവരിക്കാൻ കഴിയുന്നില്ല. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? അഷ്ടരാഗങ്ങളെ അകറ്റണം, മനസ്സിനെ നിർമ്മലമാക്കണം. മനസ്സിനെ നിർമ്മലമാക്കുന്നതിന് നമ്മളുടെ ഓരോ ദിവസവുമുള്ള ചര്യകളില് ശ്രദ്ധയോടെ പരിവർത്തനം കൊണ്ടുവരണം. നല്ല ചിന്ത, സത്ചിന്ത, സദ്വാക്ക്, സത്പ്രവർത്തി. സത്ചിന്തയും സദ്വാക്കും സത്പ്രവർത്തിയും സാധ്യമാകുമോ? സാധ്യമാകണം. സത്തിനെ വിസ്മരിക്കുന്നവർക്ക് സത്ചിന്ത വരില്ല. ജഡബുദ്ധിയായവർക്ക് സത്ചിന്ത വരില്ല. ജഡബുദ്ധി സ്വാർത്ഥതയുടെ ഉപോത്പന്നമായ വാക്കുകളെയും കർമ്മങ്ങളെയും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. സദ്ബുദ്ധി സത്ചിന്തയോടെ സദ്വാക്കുകളെയും സത്കർമ്മങ്ങളെയും നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ? നമ്മൾ കഴിക്കുന്ന അന്നം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ഈ ചാന്തോക്യ ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. ആഹാരശുദ്ധവും സത്വശുദ്ധി. നമ്മളുടെ ഉള്ളിൽ നിത്യസത്വസ്ഥ എന്നാണ് ഭഗവാൻ ഗീതയിലും പറയുന്നത്. നമ്മൾ ഗുണാതീതനായി തീരണമെങ്കിൽ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. അർജുന, നീ ഗുണാതീതനായി തീരണം. സത്വരജസ്തമോ ഗുണങ്ങളെ അതിജീവിക്കണം. അങ്ങനെ അതിജീവിക്കണമെങ്കിൽ നീ നിത്യസത്വസ്ഥനായി തീരണം. നിത്യവും സത്വമായിരിക്കുന്ന, നിർമ്മലമായിരിക്കുന്ന, അനാമയമായിരിക്കുന്ന ആന്തരിക വിശുദ്ധിയിൽ വർത്തിക്കണം. അങ്ങനെ വർത്തിക്കണമെങ്കിൽ നീ കഴിക്കുന്ന അന്നം എങ്ങനെയാണ് നിന്റെ ഓരോ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളായി തീരുന്നത് എന്ന് അറിയണം. നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ സ്ഥൂല ഭാഗം, ഇപ്പൊ ഒരു അന്നം എടുത്താല് അന്നത്തിന് സ്ഥൂല ഭാഗവും ഉണ്ട്, സൂക്ഷ്മ ഭാഗവും ഉണ്ട്. സ്ഥൂല ഭാഗത്തിന്റെയും സൂക്ഷ്മ ഭാഗത്തിന്റെയും ഇടയ്ക്കുള്ള ഭാഗത്തെ നമുക്ക് മധ്യഭാഗം എന്നും പറയാം. അങ്ങനെയെങ്കിൽ നാം അശിക്കുന്ന അന്നത്തിന്റെ സ്ഥൂല ഭാഗം സ്ഥൂല ശരീരമായി തീരുന്നുവെങ്കിൽ മധ്യഭാഗം മാംസമായി തീരുന്നു. അതിന്റെ സൂക്ഷ്മ ഭാഗം മനസ്സായി തീരുന്നു. ഏവരും ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്ന് കരുതട്ടെ.
നാം കഴിക്കുന്ന അന്നത്തിന്റെ സൂക്ഷ്മ ഭാഗം നമ്മളുടെ മനസ്സായി തീരുകയാണ് ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള അന്നമാണോ നാം അശിക്കുന്നത്, ആ അന്നത്തിനനുസരിച്ച് നമ്മളുടെ മനസ്സ് രൂപം കൊള്ളുന്നു. അതുകൊണ്ടാണ് എപ്പോഴും പരിഷഞ്ചാമി മന്ത്രമൊക്കെ ചൊല്ലിയിട്ട്, അല്ലെങ്കിൽ വേണ്ട വിധത്തില് അന്നത്തെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് ബ്രഹ്മ ഹവനം നാം നടത്തുന്നു. ബ്രഹ്മാർപ്പണം എന്ന് പറയുമ്പോൾ ബ്രഹ്മരൂപേണ അശിക്കുന്നു. അല്ലെങ്കിൽ ആ അന്നത്തില് പാപം ഉണ്ടാകരുത്. പാപം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥഗഹനത വളരെ വിപുലമാണ്. വളരെ വിപുലമാണ് എന്ന് പറയുമ്പോൾ ദുഷ്കൃതം ഹി മനുഷ്യാണാം അന്നമാശ്രിത്യ തിഷ്ഠതി യോ അശ്നാതി തസ്യാന്നം സോ അശ്നാതി തസ്യ കിൽവിഷം. പാപികളായവരുടെ അന്നം ഭുജിക്കുന്നവർ, പാപികളായവരുടെ എന്ന് പറഞ്ഞാൽ പാപികളായ ജീവന്മാരുടെ പക്കൽ നിന്നും വരുന്ന ധനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആ പാപത്തിന്റെ ഫലമാണ് നാം ഭുജിക്കുന്നത്, അവരുടെ പാപമാണ് നാം ഭുജിക്കുന്നത്. യോ അശ്നാതി തസ്യാന്നം സോ അശ്നാതി തസ്യ കിൽവിഷം. അപ്പൊ ഈ അന്നം അശിക്കുന്നു എന്ന് പറയുമ്പോഴും നാം അന്നമല്ല അശിക്കുന്നത്, അതിന്റെ ആ സാരമാണ് അശിച്ച് ആ സാരം സൂക്ഷ്മ ഭാഗം മനസ്സായി മാറുന്നു. വളരെ ശ്രദ്ധയോടെ വേണം അന്നം അശിക്കേണ്ടത്. ഇനി ജലം നാം കുടിക്കുകയാണ് എങ്കിൽ ജലം എങ്ങനെയാണ് നാം കുടിക്കേണ്ടത്, നാം അശിക്കേണ്ടത്? തീർത്ഥമാക്കണം, അത് പുണ്യപരിഭാഗമാക്കി തീർക്കണം. ജലത്തിന്റെ ആ സ്ട്രക്ചറ്, മോളിക്കുലാർ സ്ട്രക്ചറിന് ചിന്തകൾക്ക് സ്വാധീനം വരുത്താൻ കഴിയുമെന്ന് മസാരോ ഇമോട്ടോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായി അപ്രൂവൽ കിട്ടിയിട്ടില്ല എങ്കിലും നമ്മളുടെ ഋഷീശ്വരന്മാരുടെ ഭാഗത്തു നിന്നും നേരത്തെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു വിരൽ കൊണ്ട്, മോതിര വിരൽ കൊണ്ട് ജലത്തിലേക്ക് സപ്ത നദികളെയും ആവാഹിക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ ചിന്ത കൊണ്ട് ജലത്തിന്റെ മോളിക്കുലാർ സ്ട്രക്ചറിനെ മാറ്റിയെടുക്കാം. സ്നേഹത്തിന്റെയും നന്മയുടെയും ചിന്തകൾക്കനുസരിച്ചാണ് നമ്മളുടെ പ്രാണന്റെ ഗതി വിഗതികൾ മാറുന്നത്. എന്തുകൊണ്ടെന്നാൽ ജലത്തിന്റെ സ്ഥൂലഭാഗം മൂത്രമായി മാറുന്നുവെങ്കിൽ അതിന്റെ സൂക്ഷ്മ ഭാഗമാണ് പ്രാണനായി പരിണമിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യഭാഗം രക്തമായി തീരും. ഇതുപോലെ നാം കഴിക്കുന്ന തേജസിന്റെ അംശം, നമ്മൾ പൃഥ്വി, അപ്പ്, തേജസ്. തേജസ് എന്ന് പറയുമ്പോൾ എണ്ണ, നെയ്യ് മുതലായ വസ്തുക്കൾ. ആ തേജസിന്റെ സ്ഥൂലഭാഗത്തിൽ നിന്ന് എല്ലും മധ്യഭാഗത്തിൽ നിന്ന് മജ്ജയും സൂക്ഷ്മ ഭാഗത്തിൽ നിന്ന് വാക്കും ഉണ്ടാകുന്നു. വാക്ക് എപ്പോഴും അഗ്നിയോട് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. നല്ല തീപ്പൊരി പ്രസംഗാരെന്ന്, അഗ്നി പോലുള്ള വാക്കുകളാണ് എന്നൊക്കെ വാക്കിന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോഴ് തേജസ്സിൽ നിന്നാണ് വാക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ എത്ര വിശുദ്ധിയോടുകൂടി എടുത്താൽ മാത്രമേ ഈ മനസ്സ് അന്നമയമാണെന്നും പ്രാണൻ ജലമയമാണെന്നും വാക്ക് തേജോമയമാണെന്നും തിരിച്ചറിഞ്ഞ് ഇതിനെ മുഴുവൻ നിലനിർത്തുന്ന ചൈതന്യത്തെ അറിയാൻ കഴിയുകയുള്ളൂ. ശ്വേതകേതുവിന് വീണ്ടും സംശയമായി. പിതാവേ, അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ്. ഈ കഴിക്കുന്നതിൽ നിന്നും മനസ്സുണ്ടാകുന്നു, പ്രാണനുണ്ടാകുന്നു, വാക്കുണ്ടാകുന്നു, പൃഥ്വി, അപ്പ്, തേജസ് ഇവയിൽ നിന്നും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതിനെ ഗ്രഹിക്കാൻ കഴിയും? ഉടനെ പിതാവ് പറഞ്ഞു, നീ പാലെടുത്ത് തൈരാക്കി ആ തൈര് കടഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് പാലിൽ നിന്നും വെണ്ണ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? പാലിൽ നിന്നും വെണ്ണ മുകളിൽ വരുന്നത് പോലെ മനസ്സും പ്രാണനും വാക്കും. അങ്ങനെ നാം കഴിക്കുന്ന അശിക്കുന്ന അന്നത്തിൽ നിന്നും ജലത്തിൽ നിന്നും തേജോമയമായ പദാർത്ഥങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു കുഞ്ഞേ.
ഇതിനൊക്കെ മൂല കാരണം സത്താണ്, ചൈതന്യമാണ്. ചൈതന്യമാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആദിയിൽ ഇത് മുഴുവൻ അസത്തായിരുന്നു മകനെ. ആദിയിൽ ഉണ്ടായിരുന്നത് ഏകം ഏവ അദ്വിതീയം. ആ ഏകമായിരിക്കുന്ന അഖണ്ഡമായിരിക്കുന്ന ബോധം മാത്രമാണ്. പിതാവേ, എനിക്കിത് വളരെയധികം കൃത്യമായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങ് തന്നെ അതെനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ ശ്വേതകേതു നമസ്കരിക്കുന്നു. നമസ്കരിച്ചിട്ട് ചോദിക്കുന്നു, അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, ഈ തേനീച്ച പല വൃക്ഷങ്ങളിൽ നിന്ന് തേൻ സ്വാംശീകരിച്ച് കൊണ്ടുവന്ന് അതിന്റെ സാരമായ തേൻ എടുത്ത് കഴിയുമ്പോൾ അത് ഇന്ന പുഷ്പത്തിൽ നിന്നാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. എന്ന് തിരിച്ചറിയാൻ, വേർതിരിക്കാൻ ആവാത്തത് പോലെ ഇതിന്റെയൊക്കെ സാരമായിരിക്കുന്ന ഏക ചൈതന്യത്തെ തിരിച്ചറിയുമ്പോൾ നമുക്ക് നാനാത്വ ദൃശ്യങ്ങൾ ഉണ്ടാവുകയില്ല. ഈ നാനാത്വ ദൃശ്യങ്ങൾ, നാമരൂപാത്മകമായ പൃഥക് പൃഥക്കായിട്ടുള്ള ദൃശ്യങ്ങൾ കുഞ്ഞെ അസത്യമാണ്. പിതാവേ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തന്നാലോ? അതെങ്ങനെയെന്ന് ചോദിച്ചാല്, നീ ഗംഗ, ഗോദാവരി, നർമ്മദ, സരസ്വതി തുടങ്ങിയ നദികള് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അറിയാം പിതാവേ, എങ്ങനെയാണ്? സമുദ്രത്തിലെ ജലം നീരാവിയായി, മേഘങ്ങളായി, പല നദികളായി തീരുകയാണ്. ഈ നദികളെല്ലാം തിരികെ അവസാനം എത്തിച്ചേരുന്നത് സമുദ്രത്തിലാണ്. സമുദ്രത്തിൽ എത്തിച്ചേരുമ്പോൾ നർമ്മദ, സിന്ധു, കാവേരി, സരസ്വതി എല്ലാ പേരുകളും അപ്രത്യക്ഷമാകുന്നു, സമുദ്രമായി തീരുന്നു. സമുദ്രത്തിൽ നിന്നും ഉത്ഭവിച്ച് പല പേരുകളോടുകൂടി പല നദികളായി, കൈവഴികളായി ഒഴുകി അവസാനം സമുദ്രത്തിൽ എത്തുന്നത് പോലെ ബോധമാകുന്ന സച്ചിദാനന്ദ സമുദ്രത്തിൽ നിന്നും നാമരൂപാത്മക ദൃശ്യങ്ങളോടുകൂടിയ ജീവവർഗം ഉദയമായിട്ട് ഈ നാമരൂപ ഭേദഭാവനയോടുകൂടിയ ജീവഭാവം ബോധ സമുദ്രത്തിൽ ഒന്നായി തീരുന്നു. യഥാർത്ഥത്തിൽ സമുദ്രം തന്നെയാണ് പലതായി ഒഴുകിയത്. അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല തന്നെ. തത്വമസി ശ്വേതകേതോ, തത്വം അസി. നീയാ തത് എന്ന് പറയുന്ന, അത് എന്ന് പറയുന്ന, ഇത് എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത ആ അഖണ്ഡബോധമാണ്. ഇത് എന്ന് പറയാൻ കഴിയുന്നതെല്ലാം അത് എന്ന് പറയാൻ കഴിയുന്നതാണ്. തത് സർവനാമ, തത് ഇതി സർവനാമ. അത് എന്ന് പറയുന്ന ഒരു സർവനാമമാണ് അല്ലെ? എല്ലാറ്റിനും അത് എന്ന് പറയും. സർവം ച ബ്രഹ്മ, സർവം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. തസ്യ നാമ തത്, അതിന്റെ പേരാണ് തത്. സർവം ച ബ്രഹ്മ തത് ഇതി സർവനാമഃ, തത് ഇതി സർവനാമഃ സർവം ച ബ്രഹ്മ തസ്യ നാമ തത്. അതാണ് തത് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞേ, തത്വമസി ശ്വേതകേതു. പിതാവെ, ഒന്നുകൂടി വ്യക്തമാക്കി തരാമോ? ഉടനെ ആശ്രമത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ആൽവൃക്ഷത്തിന്റെ വിത്ത് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ആ വിത്ത് എടുത്തുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, മകനെ അതിനെ രണ്ടായി പിളർക്കൂ. മകൻ രണ്ടായി പിളർന്നു. രണ്ടായി പിളർന്നപ്പോൾ പറഞ്ഞു, അതിനകത്ത് എന്ത് കാണുന്നു? ചെറിയ ചെറിയ വിത്തുകൾ കാണുന്നുണ്ട് പിതാവേ. എങ്കിൽ ആ ഒരു വിത്തെടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് രണ്ടായി പിളർക്കൂ. വീണ്ടും ആ ചെറിയ വിത്തിനെ രണ്ടായി പിളർന്നപ്പോൾ ഇപ്പോൾ എന്ത് കാണുന്നു? ഒന്നും കാണാനില്ല പിതാവേ. നീ ഒന്നും കാണാനില്ല എന്ന് പറയുന്ന ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ വൻ വടവൃക്ഷം ഉണ്ടായിരിക്കുന്നത് പോലെ
നീയാകുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഒന്നുമില്ലായ്മയാകുന്ന ആ ശൂന്യതയ്ക്കും ആധാരമായിരിക്കുന്ന അദ്വയ ശക്തി വൈഭവത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഉത്പന്നമായിരിക്കുന്നത്. ആ അദൃശ്യമായിരിക്കുന്ന ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ഗുപ്തവും ഗൂഢവുമായിരിക്കുന്ന ഉണ്മയിൽ നിന്നാണ് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം അഭിവ്യക്തമായിരിക്കുന്നത്. കുഞ്ഞെ, നീ അത് തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു ശൂന്യതയ്ക്ക് ആധാരമായിരിക്കുന്ന പൂർണ്ണതയിൽ നിന്നുമാണ് ഈ ശരീരം ചേഷ്ടിതമായിരിക്കുന്നത്. നമ്മളുടെ ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, ഈ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ അസ്ഥി, മജ്ജ, മലം, മൂത്ര ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന തൊലി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഈ ശരീരം ചേഷ്ടിക്കുന്നതിന് കാരണമായിരിക്കുന്ന ചൈതന്യത്തെ നാം അറിയുന്നില്ല. അഹം ദേഹ, ദേഹോഹം ബുദ്ധി, ഞാൻ ഈ ദേഹമാണ് എന്ന് നാം തെറ്റായി ധരിക്കുകയാണ്. എന്നിട്ടോ ഈ ദേഹത്തിലിരുന്നു കൊണ്ട് നമ്മള് ഉണർന്നിരുന്നു കൊണ്ട് എന്തിനെയൊക്കെ അനുഭവിക്കുന്നു? ജാഗ്രത ദൃശ്യങ്ങളെ ഒക്കെ അനുഭവിക്കുന്നു. എന്നിട്ട് അതല്ല സത്യമെന്ന് വിചാരിക്കുന്നു. അനുഭവിക്കുന്നവൻ ഞാനാണ്, ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഈ അനുഭവിക്കുന്നതിന് കാരണമായിരിക്കുന്ന നിരപേക്ഷമായ നിരുപാധികമായ ആ ക്ഷേത്രജ്ഞനെ, കൂടസ്ഥനെ, ആ ചൈതന്യ സ്വരൂപത്തെ ആരും ശ്രദ്ധിക്കുന്നതേയില്ല. ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറയുന്ന ഞാൻ ആരാണ് എന്ന് ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നിട്ടോ എല്ലാറ്റിനെയും അറിയാം. ഞാനെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ആരാണ്? ഞാൻ ഉള്ളത് കൊണ്ടാണ് ശരീരം ഉള്ളത്. അപ്പോൾ ശരീരമാണോ ആദ്യം ഉണ്ടായത്? ഞാനാണോ ആദ്യം ഉണ്ടായത്? ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. ഞാനെന്ന ചിന്തയാണ് ആദ്യം ഉണ്ടായത്. ഞാനെന്ന ചിന്ത ഞാനല്ല. ഞാനെന്ന ചിന്തയ്ക്ക് മുമ്പേ ചിന്തയില്ലാത്ത ഒരു അചിന്ത്യമായിരിക്കുന്ന അശബ്ദമായിരിക്കുന്ന ബോധം അതിനാധാരമായിട്ടുണ്ട്. അത് പൂർണ്ണ ചൈതന്യമാണ്. അത് സർവത്ര നിറഞ്ഞു വിളങ്ങുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ നിർവചനം തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, യച്ച ആപ്നോതി. ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും അത് നിറഞ്ഞു നിൽക്കുന്നു. ഏത്? ആ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. യച്ച ആപ്നോതി, അത് വ്യാപിച്ചിരിക്കുന്നു. യദാദത്തെ, ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയും കർമ്മേന്ദ്രിയങ്ങളിൽ കൂടിയും നമ്മൾ അനുഭവിക്കുന്നതിന്, ഇന്ദ്രിയങ്ങളെ കൂടി വിഷയങ്ങളെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് കാരണമായിട്ടിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. മാംസളമായിരിക്കുന്ന നേത്രമല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ കണ്ണ് കാണുന്നതിന് കാരണമായി അതിന്റെ പിന്നിലൊരു മനസ്സുണ്ട്. മനസ്സ് കാണുന്നതിന് പിന്നിലായി അതിനും അങ്ങേപ്പുറത്ത് ബുദ്ധിയും, ബുദ്ധിക്ക് അങ്ങേപ്പുറത്ത് ഞാൻ എന്ന ബോധവുമുണ്ട്. ആ ഞാൻ സർവത്ര പൂർണ്ണമാണ്. സകല അനുഭവങ്ങളിലും ഞാൻ വ്യാപിച്ചു നിൽക്കുന്നു. ഞാൻ സൂര്യനെ കാണുമ്പോൾ എന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും സൂര്യനിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ദ്രിയങ്ങൾ സൂര്യനോളം വ്യാപിച്ചുവെങ്കിൽ ആ ഇന്ദ്രിയങ്ങളുടെ വ്യാപ്തിയിൽ ആരുണ്ട്? ഞാനുണ്ട്. അതുകൊണ്ടാണ് അനേജദേഹം മനസ്സോ ജവീയ, മനസ്സിനേക്കാൾ വേഗത്തിൽ അനേജത്, ചലിക്കാത്ത അത് അതിനങ്ങേപ്പുറം കടന്നു നിൽക്കുന്നു. ഇപ്പൊ മനസ്സ് എവിടെവിടെ എത്തുന്നുവോ, മനസ്സ് ചലനാത്മകമാണ്. ചലനത്തിന് മുമ്പേ നിശ്ചലാത്മകമായിരിക്കുന്ന ആ പൂർണ്ണത, പൂർണ്ണത എന്ന് പറഞ്ഞ സർവത്ര പൂർണ്ണത, പൂർണ്ണത നിശ്ചലതയാണ്. പൂർണ്ണത നിശ്ചലതയാണ്, സർവത്ര വ്യാപ്തമാണ്. അതില്ലാത്തതായി ഒന്നുമില്ല, അതല്ലാത്തതായി ഒന്നുമില്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തിനെ അറിഞ്ഞാലും അതിനോടൊപ്പം ഈ ഞാൻ പൂർണ്ണമായി നിൽക്കുന്നുണ്ട്. ഈശാവാസ്യം അതുകൊണ്ടാണ് പറയുന്നത് തദ്ദേജതി തന്നൈജതി. അത് ചലിക്കുന്നതാണ്, അത് ചലിക്കാത്തതാണ്.
തദ്ദൂരേ തദ്വന്തികേ, അത് ദൂരെയാണ്, അത് അടുത്താണ്. തദന്തരസ്യ സർവസ്യ തതു സർവസ്യ അസ്യ ബാഹ്യതഃ, അത് സർവത്തിന്റെയും അകത്തും പുറത്തും പൂർണ്ണമായി നിറഞ്ഞു വിളങ്ങുന്ന നിശ്ചലമായിരിക്കുന്ന സർവത്ര പൂർണ്ണമായിരിക്കുന്ന ബോധമാണ്, ചൈതന്യമാണ്. അതിനെ അറിയാത്തത് കൊണ്ട് നാം ദേഹമാണ് എന്ന് വിചാരിക്കുന്നു. യസ്യ സന്തതഭാവഃ, സന്തതോ ഭാവഃ, എപ്പോഴും അത് ഉണ്ട്, ഉണ്മയായിട്ടുണ്ട്, അതിലൊരിക്കലും ഇല്ലായ്മയില്ല. ശരീരം ഉണ്ടാകും, ശരീരം ഇല്ലാതാകും. നമ്മളുടെ ദൃശ്യാനുഭവങ്ങൾ ഉണ്ടാകും, ദൃശ്യാനുഭവങ്ങൾ ഇല്ലാതാകും. എന്നാൽ ദൃക്സ്വരൂപമായിരിക്കുന്ന ബോധം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ശങ്കര ഭഗവത്പാദർ വളരെ കൃത്യമായി പറഞ്ഞു, എല്ലാവരും കൃത്യമായി ഹൃദിസ്ഥമാക്കേണ്ട ഒരു ശ്ലോകം. ദൃഗ്ദൃശൗ ദൗ പദാർത്ഥൗ സ്ഥ പരസ്പര വിലക്ഷണൗ, പരസ്പര വിലക്ഷണമായിരിക്കുന്ന രണ്ട് വിഷയങ്ങളെ ഇവിടെയുള്ളൂ. ദൃഗ് ബ്രഹ്മ ദൃശ്യം മായ ഇതി സർവവേദാന്ത ഡിണ്ടിമ, സർവവേദാന്തങ്ങളും പരസ്പര പെരുമ്പറയടിച്ച് ഉദ്ഘോഷിക്കുന്ന പരമമായ സത്യം. ദൃക്ക് ദൃശ്യം, ദൃശ്യം മായ, ദൃക്ക് സത്യം. അങ്ങനെയെങ്കിൽ കാണാൻ കഴിയുന്നതേതും ദൃശ്യമാണ്. ലോക്യതേ അനുഭൂയതേ ഇത് ലോക, കാണാൻ കഴിയുന്നതേതും ഉണ്ടായതാണ്. ഉണ്ടായത് നിലനിന്ന് പരിണമിച്ച് ക്ഷയിച്ച് നശിക്കുന്നതാണ്. അത് സത്യമല്ല. സകല സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കും കാരണഭൂതമായിരിക്കുന്ന അജമായിരിക്കുന്ന അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ, ശരീരം നശിച്ചാലും നശിക്കാതെ ഇരിക്കുന്ന ആത്മാവാണ് ത്വം ഹി തത്, തത് ത്വം അസി, കുഞ്ഞെ നീ അതാണ്, ആ കൂടസ്ഥനാണ്. ശരീരം നശിച്ചാലും നശിക്കാതിരിക്കുന്ന, ശരീരത്തെ മുഴുവൻ ചൈതന്യവത്താക്കി ചൈതന്യാത്മകമാക്കി ചേഷ്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബോധമാണ് കുഞ്ഞെ നീ. അങ്ങനെയെങ്കില് ആ തസ്മാത് ആത്മ ഇതി കീർത്തിയതേ, അതുകൊണ്ട് അതിനെ ആത്മാവ് എന്ന് പറയുന്നത്. സന്തത ഭാവമുള്ളതും സർവത്ര ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതുമായ ചൈതന്യത്തെ ആയതുകൊണ്ടാണ് ആത്മാവ് എന്ന് പറയുന്നത്. തത് സത്, ഏത് സത്? കാലത്രയേപി തിഷ്ഠത് ഇതി സത്, 3 കാലത്തിലും ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്നത്. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും. ഭൂതം വർത്തമാനത്തിലില്ല, വർത്തമാനം ഭാവിയിലില്ല, ഭാവി വർത്തമാനത്തിലില്ല. ഇതെല്ലാം ദൃശ്യാനുഭവങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഭൂതം, ഭാവി, വർത്തമാനം, ഇത് 3 ദൃശ്യ വിഷയ അനുഭവങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇവയൊക്കെ മാറുമ്പോഴും ഈ ഉള്ളിലിരിക്കുന്ന ഞാനിന് മാറ്റമില്ല. ഈ ഞാനിനെ ഒന്ന് ശ്രദ്ധിക്കൂ. ത്വം തത് അസി, നീ അതാണ്. ഏതാണ്? കാലത്രയേപി തിഷ്ഠതി ഇതി സത്, ജ്ഞാന അബാധ്യം, ജ്ഞാന അബാധ്യം തത് സത്. ഒരിക്കലും അതിനെ അറിയാൻ കഴിയില്ല. അതായിരിക്കാം, അന്യമായി അറിയുന്ന അറിവല്ല അത്. അതുകൊണ്ട് ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമികള്, ഗുരുനാഥൻ, ഞാനുണ്ട് നിത്യം നിലനിൽപ്പു മാത്രമായി, ഞാനുണ്ട് നിത്യം നിലനിൽപ്പ് മാത്രമായി, ഉണ്മയായി സകല ദൃശ്യാനുഭവങ്ങളിലും ഉണ്ട് എന്ന അനുഭവമുണ്ട്. ഇല്ല എന്ന് പറയുമ്പോഴും, ഇപ്പൊ പേന ഉണ്ട് എന്ന് പറയുമ്പോഴും പേന ഇല്ല എന്ന് പറയുമ്പോഴും പേന ഉണ്ട് എന്നതിൽ ഉണ്മ ചേർന്നിരിക്കുന്നു. ഞാൻ പേന ഉണ്ട് എന്ന് അനുഭവിച്ചു, ആ ഉണ്മ. പേന ഇല്ല എന്ന് ഞാൻ അനുഭവിച്ചു എന്നതിൽ ഇല്ലായ്മ ഉണ്ട്. അപ്പൊ 2 അനുഭവങ്ങളെ ഉള്ളൂ, ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇതാണ് ദൃശ്യത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ സകല ദൃശ്യാനുഭവങ്ങളിലും, ദൃശ്യാനുഭവങ്ങൾക്ക് മുമ്പേ ദൃശ്യരഹിതമായി ഞാൻ എന്ന ഉണ്മ നിലനിൽപ്പായി ആദിയിലും മധ്യത്തിലും
അന്തത്തിലും ഒരു മാറ്റവുമില്ലാതെ ഒരുപോലെ ഉണ്ട്. ഞാനുണ്ട് നിത്യം നിലനിൽപ്പ് മാത്രമായി, സത്തായി, ഉണ്മയായി, നിശ്ചലബോധമായി, അനശ്വര ചൈതന്യമായി ഞാനുണ്ട്. ഈ ശരീരം ഇല്ലാതായാലും ഞാനുണ്ട്, ശരീരം ഉണ്ടായാലും ഞാനുണ്ട്. എപ്പോഴും ഉള്ളത് ഞാനാണ്. ഞാൻ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് മൂഢത്വം, അജ്ഞാനം, അവിദ്യ. ഞാൻ ഈ ദേഹമല്ല, മാംസപിണ്ഡമല്ല. ഞാനുണ്ട് പ്രത്യക്ഷമാകാതെ അദൃശ്യമായി. ഞാൻ എന്നാ പ്രത്യക്ഷമാകാതെ അദൃശ്യമായിട്ട് ഞാൻ സദാ ഉണ്ട്. ഞാനുണ്ട് നിത്യം നിലനിൽപ്പ് മാത്രമായി. ഞാനുണ്ട് പ്രത്യക്ഷമാകാതെ അദൃശ്യമായി. ഞാനുണ്ട് പ്രത്യക്ഷമാകാതെ അദൃശ്യമായി. ഞാനുണ്ട് നശ്വര സൃഷ്ടിയിൽ ഗുപ്തമായി. നശ്വര സൃഷ്ടികളിലെല്ലാം ഗുപ്തമായിട്ട് ഞാനുണ്ട്. സർവചരാചരങ്ങളിലും അശബ്ദമായി, അരൂപമായി ഞാൻ കുടികൊള്ളുന്നു. അശരീരം ശരീരേഷു, സകല ശരീരങ്ങളിലും ശരീരരഹിതമായ ചേതനയായി ഞാൻ വിരാജിക്കുന്നു. ഞാൻ അക്ഷയോർജത്തിൽ ശാശ്വത സത്യമാ, അക്ഷയമായിരിക്കുന്ന ഊർജത്തില് ശാശ്വത സത്യമായി സകല ചലനങ്ങളിലും ആ ക്ഷയിക്കാത്ത നശിക്കാത്ത ബ്രഹ്മശക്തിയില് ബ്രഹ്മത്തിന്റെ പൂർണ്ണതയായി ഞാൻ വിരാജിക്കുന്നു. അക്ഷയമായിരിക്കുന്ന ഊർജത്തില് സകല ചരാചരങ്ങളിലും നിശ്ചല ബോധമായി ഞാൻ വിരാജിക്കുന്നു. ഞാൻ എന്റെ സ്വരൂപം അതാണ്. ഈ മാംസപിണ്ഡം ഞാനല്ല. നമ്മള് മനസ്സ് ഞാനല്ല എന്ന് തിരിച്ചറിയണം. മാംസപിണ്ഡം ഞാനല്ല, ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെല്ലാം വികാരം. മനസ്സ് ചിന്തിക്കുന്നു മറ്റുള്ളവരെ കുറിച്ച്, വികാരപ്പെടുന്നു, കോപിക്കുന്നു, വെറുക്കുന്നു, മത്സരിക്കുന്നു, അസൂയപ്പെടുന്നു, അഷ്ടരാഗങ്ങൾ കടിപ്പെടുന്നു. ഇത് ഉണ്മയാണോ? മാറി മാറി വരുന്ന വികാരങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനരഹിതമായിരിക്കുന്ന കാര്യത്തെ ചെയ്യാനുള്ള അവിവേകം ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ? നിന്റെ സ്വരൂപം ആത്മാവാണ് എന്ന് ആവർത്തിച്ച് ആദിശങ്കര ഭഗവത്പാദർ നമ്മോട് പറയുന്നില്ലേ? മനസ്സിന്റെ ഈ വികാര പ്രക്ഷുബ്ധതകളിൽപ്പെട്ട് നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതാണോ? അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാ കുരു ധനജന യൗവന ഗർവം. ധനമുണ്ട്, സമ്പത്തുണ്ട്, യൗവനമുണ്ട്, ശാരീരിക ബലമുണ്ട്, ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാ കുരു ധനജന, ബന്ധുബലമുണ്ട്, യൗവന ഗർവം, ഹരതി നിമേഷാത് കാല സർവം. കാല ഏത് നിമിഷത്തിലും അതിനെ മുഴുവൻ നഷ്ടപ്പെടുത്തിയേക്ക, ഇല്ലാതാക്കിയേക്ക. അതുകൊണ്ട് കുഞ്ഞെ, നീ ഒരു കാര്യം അറിയാ, ഇത് മായയാണ്, ഇത് അസത്യമാണ്. മായാമയം ഇതം അഖിലം. ഇതമഖിലം മായാമയം. നീ കാണുന്ന രീതിയിലല്ല നിന്റെ കണ്ണ് കാട്ടിത്തരുന്നത്. നിന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റാണ് കുഞ്ഞെ, സത്യമല്ല. നിന്റെ സ്വരൂപത്തെ നീ അറിയൂ. കസ്ത്വം കോഹം കുതായാതാം. ത്വം ക, നീ ആര്? അഹം ക, ഞാൻ ആര്? ഇതൊക്കെ ചിന്തിക്കാതെ നമ്മൾ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് ഭജഗോവിന്ദത്തിലൂടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, മാനവരാശിയുടെ ക്ഷേമത്തിന് വേണ്ടി. വിവേകികളായവരോട് ആവർത്തിച്ച് പറയുന്നു, ത്വം ക, അഹം ക, നീ ആര്, ഞാൻ ആര്? കുത ആയാത, എവിടെ നിന്ന് വന്നു? നോ ഐഡിയ, ഒരു ഐഡിയയും ഇല്ലേ. വേർ ആർ യു ഗോയിങ് ടു ഗോ ആഫ്റ്റർ ഡെത്ത്? അറിയണ്ടേ? എന്റെ അമ്മയാര്? കാമേ ജനനി കോമേ താത. എന്റെ അമ്മയാര്? എന്റെ അച്ഛനാര്? ഇതി പരിഭാവയ സർവം അസാരം വിശ്വം ത്യക്ത്വാ സ്വപ്ന വിചാരം. എന്റെ കുഞ്ഞെ, ഇതൊക്കെ സ്വപ്നം പോലെ സത്യ. നീ സ്വപ്നത്തില് നീ ഒരു
പ്രധാനപ്പെട്ട മേളനത്തിന് പോയി എന്നും ആ മീറ്റിംഗിൽ വെച്ച് പല ബന്ധുജനങ്ങളെയും മിത്രങ്ങളെയും കണ്ടുവെന്നും മിത്രങ്ങളോട് സംവദിച്ചുവെന്നും അവിടെ വെച്ച് നല്ല ഒരു ലഞ്ച് കഴിച്ചുവെന്നും ഒക്കെ സ്വപ്നം കാണുക. എഴുന്നേറ്റപ്പെടാ മനസ്സിലാകുന്നത്. ബന്ധുക്കളുമില്ല, മിത്രങ്ങളുമില്ല, കണ്ടെത്താനുമില്ല, ഒരു വക കഴിച്ചിട്ടുമില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് വരെ സ്വപ്നം സത്യമായിരിക്കുന്നത് പോലെ ഈ ജാഗ്രത അനുഭവങ്ങൾ സ്വപ്ന സമാനമാണ് കുഞ്ഞേ. ഇതിപ്പോ ഞാൻ നിങ്ങളോട് വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാതാജി വെറുതെ പറയാന്ന് വിചാരിച്ച് തള്ളിക്കളയാം. നമ്മളുടെ സത്യദർശിയായ ഋഷി ഇന്ന് ഓരോ ഹൃദയത്തിലും ആ അനന്ത സത്യത്തിന്റെ വൈഭവത്തെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി, സനാതന ധർമ്മത്തിന്റെ പുനഃസംസ്ഥാപനത്തിന് വേണ്ടി ആചാര്യ ഭഗവത്പാദർ ഇരുന്നു കൊണ്ട് പറയുകയാണ്, വിശ്വം ത്യക്വ, ഈ വിശ്വത്തെ വിട്ടേക്ക്. ഈ കാണുന്ന രീതിയിലല്ല കുഞ്ഞെ, നീ കാണുന്ന രീതിയിലേ അല്ല. ത്വം തത്, നീ ആ പരമമായ ചൈതന്യമാണ്. നിന്റെ വികാര വിചാരങ്ങളൊക്കെ വെറുതെ നിനക്ക് നീ ഉണ്ടാക്കി, നീ സ്വയം ദുഃഖിച്ച്, സ്വയം അസ്വസ്ഥപ്പെട്ട്, സ്വയം ഉത്കണ്ഠപ്പെട്ട് നിന്റെ ജീവിതം മുഴുവൻ നീ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കുഞ്ഞെ. ഈ സൂക്ഷ്മ ശരീരം നീയല്ല, ഈ സ്ഥൂല ശരീരമോ നീയല്ല. കാരണ ശരീരം അതോടുകൂടി ഇല്ലാതാകും. വാസനാക്ഷയ മനോനാശം ജീവൻ മുക്തി. അടുത്ത പ്രകരണം നമുക്ക് ജീവൻ മുക്തിയാണ് പറയേണ്ടത്. അതുകൊണ്ട് പഞ്ചകോശ വിവേചനവും നമ്മൾ നടത്തി. അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശം നീ ആവരണമാണ്. അന്നമയ കോശം എന്ന് പറഞ്ഞാല് സ്ഥൂല ശരീരം, പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാല് സൂക്ഷ്മ ശരീരം, ആനന്ദമയ കോശം എന്ന് പറഞ്ഞാല് കാരണ ശരീരം. ഇത് നമ്മള് നേരത്തെ തത്വബോധത്തിൽ തന്നെ നമ്മൾ വിശദമായിട്ട് വിവരിച്ചതാണ്. അതുകൊണ്ട് ശങ്കര ഭഗവത്പാദൻ ഈ തത്വമസി ഭാവന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിവേക ചൂടാമണിയില് 255 മുതൽ 264 വരെയുള്ള 10 ശ്ലോകങ്ങൾ കൊണ്ട് തത്വമസി ഭാവയാത്മനി, നീ നിരന്തരം ആ ബ്രഹ്മബോധം അനുഭൂതമാകുന്നതിന് വേണ്ടി ഇത് ഭാവന ചെയ്തുകൊള്ളാൻ പറയുകയാണ്. ജാതി നീതി കുല ഗോത്ര ദൂരകം, 255 ശ്ലോകമാണ്. ജാതി നീതി കുല ഗോത്ര ദൂരകം. ജാതി, ആചാരമര്യാദ, കുലം, ഗോത്രം ഇതൊന്നും ആത്മാവിലില്ല. നാമരൂപ ഗുണ ദോഷവർജിതം. നീ കണ്ടുകൊണ്ടിരിക്കുന്ന നാമരൂപങ്ങളില്ലേ, പല വിവിധങ്ങളായ വിഭിന്ന രൂപത്തിലുള്ള പ്രാണിവർഗങ്ങളില്ലേ, ആത്മാവിലില്ല. ആത്മാവേകമാണ്. ആത്മാവ് ഏകമാണ്. ദേശകാല വിഷയാദിവർത്തിയത്, ദേശകാല നിമിത്തങ്ങൾക്ക് അതീതമായി പ്രശോഭിക്കുന്ന പൂർണത. ബ്രഹ്മതത്വമസി ഭാവയാത്മനി, ബ്രഹ്മതത്വമസി ഭാവയാത്മനി, ബ്രഹ്മതത്വമസി ഭാവയാത്മനി. 10 ശ്ലോകങ്ങൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഉപദേശ സാഹസ്രിയിലാകട്ടെ തത്വമസി പ്രകരണം തന്നെയുണ്ട്. ഇങ്ങനെ എല്ലാറ്റിലും ആചാര്യ ശ്രേഷ്ഠന്മാർ എന്തിന് നമുക്ക് ഇത്രയധികം തവണ ഉപദേശിച്ചു തന്നിരിക്കുന്നു. 147 കൃതികള്, ഏകദേശം 32 വയസ്സിനുള്ളില് അവതാര വരിഷ്ഠനായ ശ്രീശങ്കര ഭഗവത്പാദര് നമുക്ക് സമ്മാനിച്ചിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ ജീവിതം നഷ്ടമാണ്. ഒരിടത്ത് വളരെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാള് ഒരു കാട്ടിന്റെ അടുത്തുകൂടി ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു കാവ്യവസ്ത്രധാരിയായ ഒരു സന്യാസിയെ കണ്ടു. സന്യാസിയോട് ചോദിച്ചു, ഗുരു, ഞാൻ വളരെയധികം ദാരിദ്ര്യത്തിലാണ്, എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിക്കാമോ? ഒന്ന് ചോദിച്ചത് സന്യാസിയോട്. സർവസംഘ പരിത്യാഗിയായി, ഒന്നുമില്ലാതെ, ഒന്നും വേണ്ടാതെ, യാതൊരു ആവശ്യവും ഇല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് ഏകാന്ത തപസ്സനുഷ്ഠിക്കുന്ന സന്യാസിയോട് എന്ന് പാവപ്പെട്ടവൻ ചോദിക്കുകയാണ്, സ്വല്പം ധനം തരണം, ജീവിതം തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവർത്തിയില്ല.
തന്റെ കമണ്ടല് പോലെ ഇരിക്കുന്ന ഒരു പാത്രം അവിടെ നിന്നെടുത്ത് ഒന്ന് കമത്തി അദ്ദേഹം നോക്കിയപ്പോൾ തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അമൂല്യമായ രത്നം. അദ്ദേഹം അതെടുത്തുകൊണ്ട് ഓടി. എത്രയും പെട്ടെന്ന് ഒരു രത്നവ്യാപാരിയുടെ അടുത്ത് ചെന്നു രത്നവ്യാപാരിയോട് ചോദിച്ചു. അദ്ദേഹത്തിന് വളരെയധികം ധനം കിട്ടി. അതുകൊണ്ട് ജീവിത കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിനായി ഉടനെ അദ്ദേഹം വിചാരിച്ചു, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഈ വിദ്യ ഒന്ന് കരഗതമാക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോകേണ്ടി വരില്ലല്ലോ, ഒന്ന് ചോദിക്കാം. എന്തായാലും ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ അടുത്തെത്തി ചോദിച്ചു, ഗുരു, എനിക്ക് ധനത്തിന്റെ ആവശ്യകത തീർന്നിട്ടില്ല, അങ്ങ് എനിക്കിത് എങ്ങനെ ലഭിക്കും എന്നൊന്ന് ഉപദേശിച്ചു തരണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, അതിന് കർമ്മം കൊണ്ട് ലഭിക്കാൻ സാധ്യമല്ല. ബന്ധുബലത്തെ കൊണ്ടോ മിത്രങ്ങളെ കൊണ്ടോ കുടുംബത്തെ കൊണ്ടോ ഒന്നും ലഭിക്കില്ല. ന കർമ്മണ ന ധനേന ന പ്രജയാ ത്യാഗേനൈകേ അമൃതത്വമാണ്. ന കർമ്മണ കർമ്മം കൊണ്ട്, ന പ്രജയാ പുത്രന്മാരെ കൊണ്ട്, ധനം കൊണ്ട് ഒന്നും ലഭിക്കില്ല. ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന ഒരു സന്യാസി സർവത്ര പൂർണ്ണമായിരിക്കുന്ന ചൈതന്യത്തെ കാണുന്നു എന്നുള്ള സത്യം അദ്ദേഹത്തോട് ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി, രത്നങ്ങളോ വൈരങ്ങളോ ധനമോ ഒന്നുമല്ല ഒരാളെ തൃപ്തനാക്കുന്നത്, സമ്പന്നനാക്കുന്നത് ആശയില്ലായ്മയാണ്. ആരാണ് ഏറ്റവും വലിയ ധനികൻ? ആശയറ്റവനാണ് ഏറ്റവും വലിയ ധനികൻ. അവൻ പൂർണ്ണനാണ്. അങ്ങനെ ആ പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിനെ സർവാത്മന അഭയം പ്രാപിച്ച് സർവസമ്പത്തിന്റെയും ആ അധിപതിയായിരിക്കുന്ന ആ സന്യാസിയുടെ തത്വത്തിന്റെ പരംബ്രഹ്മത്തിന്റെ ആ പന്ഥാവിൽ സഞ്ചരിക്കുന്നതിന് തയ്യാറായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്വം തത് അസി. ആ പരമമായിരിക്കുന്ന ചൈതന്യം താൻ തന്നെയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി സഞ്ചരിക്കണം. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് നാം നേടുന്നില്ല. നാം നേടുന്നു എന്നുള്ളത് നമ്മളുടെ തെറ്റായ ധാരണയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരായോ? അല്ല, നമ്മൾ ഈ തത്വത്തെ ശ്രവണം ചെയ്ത് ആന്തരിക നൈർമല്യത്തിന് പാത്രീഭൂതരായി ക്രമേണ ക്രമേണ ആ പരമമായ തത്വത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട് എന്നാണ് ആചാര്യശ്രേഷ്ഠൻ ഉദ്ബോധിപ്പിക്കുന്നത്. ഇതൊക്കെ പതുക്കെ പഠിച്ചാൽ മതി എന്ന് ചിലരൊക്കെ ധരിക്കും. ഈ ജന്മത്തിൽ എത്ര സമയം ഇനി ബാക്കിയുണ്ട് എന്ന് ആർക്കറിയാം? ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരമമായ ജ്ഞാനത്തെ ഇപ്പോൾ തന്നെ നമ്മളുടെ പ്രാണനിലേക്ക് സന്നിവേശിപ്പിച്ച് അഭ്യസിക്കാൻ തുടങ്ങണം. അപ്പൊ എങ്ങനെ അഭ്യസിക്കണം? ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം നാളെയും തുടർന്നാൽ ഇതേ രീതിയിലായിരിക്കും നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുക. പരമമായ സത്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മാംസപിണ്ഡമല്ല, സൂക്ഷ്മ ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസൃതമായ ഒരു ജീവിതചര്യ സ്വായത്തമാക്കണം. സത് കർമ്മം, സത് ചിന്ത, സത് വാക്ക്, ഇത് മാത്രമേ തൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കൂ എന്നൊരു ദൃഢനിശ്ചയം. സർവത്തിലും തൃപ്തി, സർവത്തിലും ആ കൃതജ്ഞതാപൂർവകമായിരിക്കുന്ന അനുഗ്രഹത്തിന് ആ പാത്രീഭൂതരായിരിക്കുന്ന നമ്മളുടെ ആന്തരിക നില എപ്പോഴും ആ വൈശിഷ്ട്യത്തോടുകൂടി പ്രകടമാക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് ഊർജ്ജസ്വലതയോടുകൂടി ആയിരിക്കണം. നമ്മളുടെ മനസ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണണം. ഒരിക്കലും മനസ്സിനെ അവമതിക്കരുത്, പാടില്ലായ്മ എന്നുള്ള തരത്തിൽ താഴ്ത്തിക്കെട്ടരുത്.
സത്തിനെ അറിഞ്ഞുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്ന സത്തിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിനെ ചലിപ്പിക്കണം. വാക്കുകൾ നിർഗളിക്കുന്നതിന് കാരണമായിരിക്കുന്ന സത്തിനെ അറിഞ്ഞുകൊണ്ട് വാക്കുകളെ പ്രയോഗിക്കണം. സത്തിനെ അറിയാതെ ചിന്തിച്ചാൽ, സത്തിനെ അറിയാതെ സംസാരിച്ചാൽ, സത്തിനെ അറിയാതെ കർമ്മം ചെയ്താൽ ആ കർമ്മങ്ങളെല്ലാം ദേഹോഹം ബുദ്ധിയിലായിരിക്കണം, സ്വാർത്ഥത നിറഞ്ഞതായിരിക്കും. അത് നമ്മളിൽ പാപത്തെ ഉണ്ടാക്കും, പതിപ്പിക്കും, അധപ്പതിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? സർവത്ര പൂർണ്ണമായിരിക്കുന്ന സത്യസ്വരൂപത്തെ, തത്തിനെ, ത്വം തത് എന്നാണ് പറഞ്ഞത്. അപ്പം ബ്രഹ്മ തത്വമസി ഭാവയാത്മനി, ആ ബ്രഹ്മ തത്വം തന്നെയാണ് താനെന്നറിഞ്ഞുകൊണ്ട് എപ്പോഴും ആ ഭാവന വിസ്മരിക്കാതെ തത്സ്വരൂപത്തെ ഓം തത് സത് ഇതി നിർദ്ദിഷ്ടം. ഓം തത് സത് എന്ന് പറയുന്ന ബ്രഹ്മണ ത്രിവിധ സ്മൃത, ബ്രഹ്മത്തിന് 3 തരത്തിൽ പറയുന്നുണ്ട്. ഓം തത് സത്. പണ്ട് കാലത്തൊക്കെ നമ്മള് കത്തെഴുതുമ്പോഴും എന്തെങ്കിലും എഴുതുമ്പോഴും ഓം തത് സത് എന്ന് തുടക്കത്തിലും അവസാനവും ഒക്കെ എഴുതുമായിരുന്നു. തുടക്കത്തിൽ ഓം കാണുമായിരുന്നു. എന്തെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോൾ ഓം തത് സത് പറയുമായിരുന്നു. ഓം തത് സത് ചെയ്യുമ്പോഴും പറയുമ്പോഴും മാത്രമല്ല, സർവദാ ഓം തത് സത്. ആ തത് സ്വരൂപത്തെ വിസ്മരിക്കാതെ, അവ തത്സ്വരൂപത്തെ ഓർത്താൽ നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ തത്തിനെ കാണും. ഒരു പ്രാണിയെ കാണുമ്പോൾ ആ പ്രാണിയിൽ തത്സ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തെ കാണും. നാം ഒരു വാക്ക് ചൊല്ലുമ്പോൾ ആ വാക്ക് മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുന്ന ശ്രേഷ്ഠതരമായ വാക്കുകളായിരിക്കും. അവിടെയാണ് ശാരീരിക, മാനസിക, വാചിക തപസ്സിന്റെ പ്രസക്തി. ശ്രീമദ് ഭഗവത്ഗീത തപസ്സിനെ കുറിച്ച് പറയുമ്പോൾ ശാരീരിക തപസ്, മാനസിക തപസ്, വാചിക തപസ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കാണണം. എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും സർവത്ര പൂർണ്ണമായിരിക്കുന്ന ചൈതന്യമേ, നിന്നെ വിസ്മരിക്കാതെ എന്റെ ചിന്തയും എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും എന്റേതെന്ന അംശം കലരാതെ അഭിവ്യക്തമാകണമേ. ആ പൂർണ്ണതയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നില്ല എന്നെപ്പോഴും അവബോധം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമേ. അനശ്വര ചൈതന്യമായിരിക്കുന്ന വൈഭവമേ, നിന്റെ ശക്തി തന്നെയാണ് സർവ്വതിലും നിറഞ്ഞു വിളങ്ങുന്നത് എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയണമേ. ജാതി നീതി കുല ഗോത്രദൂരകം നാമരൂപഗുണ ദോഷവർജിതം, നാമരൂപ ഗുണങ്ങളുടെ ദോഷങ്ങൾ ഒന്നും തീണ്ടാത്ത അത്ഭുത വൈചിത്ര്യമേ, അനശ്വര ബോധമേ, നീയും ഞാനും ഭേദമില്ല, അഭേദമായിരിക്കുന്ന ആ ദൃഷ്ടി എന്റെ ഹൃദയത്തിൽ പൂർണ്ണമാക്കി തരണമേ. ഈ മനുഷ്യ ജന്മം സാർത്ഥകമായില്ല എങ്കിൽ ഇനിയുമുള്ള തുടർച്ച എങ്ങനെ പതിച്ചു പോകും എന്നറിയില്ല. ഭാരതീയ ദാർശനികതയുടെ അന്തസാരം സത്യദർശികളുടെ കാരുണ്യത്താൽ ഹൃദയത്തിൽ പതിഞ്ഞുപോയത് കൊണ്ട് ഹൃദയ ചൈതന്യമായിരിക്കുന്ന, ആദ്യന്തരഹിതമായിരിക്കുന്ന ബോധമേ, എന്റെ ജീവനെ, പ്രാണനെ, മനസ്സിനെ, ബുദ്ധിയെ ചൈതന്യവത്താക്കി പ്രഫുല്ലമാക്കി തീർക്കണമേ. ആ ചൈതന്യം തന്നെ സർവത്ര വിരാജിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ ജീവിതം ധന്യധന്യമാക്കി തീർക്കാൻ കഴിയണമേ എന്ന് നാം അനുനിമിഷം ശ്രദ്ധയോടെ ജീവിക്കാൻ കഴിയണം. ഇത് കേവലം ഒരു പ്രാർത്ഥനയായിരിക്കരുത്. ആ പ്രാർത്ഥന ശ്രദ്ധയായി, അവബോധമായി, ഉള്ളുണർവായി നമ്മളിൽ നിലനിൽക്കാൻ നമുക്ക് കാരുണ്യമുണ്ടാകണം. അതുകൊണ്ടാണ് ഈ ശ്രവണ മനന നിധിധ്യാസങ്ങൾ നമ്മളിൽ സംഭവിക്കണം. ത്വം തത് അസി എന്ന് പറഞ്ഞ തത് സ്വരൂപം, തത് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, നാമരൂപരഹിതമായിരിക്കുന്ന ചൈതന്യമാണ്. നീ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരരഹിതമായിരിക്കുന്ന അശബ്ദമായിരിക്കുന്ന ചൈതന്യമാണ്. ചിന്തകളും വികാരങ്ങളും മേഘങ്ങൾ പോലെ വന്നു പോകുന്നു. മേഘം പല നദികളായി നദി സമുദ്രത്തിലേക്ക് പതിക്കുന്നു. അതുകൊണ്ട് ബോധമാകുന്ന മണ്ണ് എങ്ങനെ കലം, കുടം,
മൺപാത്രം, ചട്ടി എന്നിങ്ങനെ പലതായി തോന്നിയോ? മണ്ണ് മാത്രമായിരിക്കുന്നു. അതുപോലെ ബോധമാകുന്ന അനന്തത പല നാമരൂപങ്ങളായി കാണുന്നു. പല വൃക്ഷങ്ങളിൽ നിന്നും ശേഖരിച്ച തേൻ ഒന്നായി തീർന്നപ്പോൾ വിഭിന്ന പേരുകൾ ഇല്ലാതിരിക്കുന്നത് പോലെ ഈ നാമരൂപങ്ങളായി കാണപ്പെടുന്ന സകലതും ഏകമായിരിക്കുന്ന ചൈതന്യ മധുവാൽ പൂരിതമാണ്. അതുകൊണ്ട് ഈ തത്വത്തെ, ഈ പരമമായിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് ഈ ജന്മത്ത് തന്നെ തിരിച്ചറിയാൻ കഴിയണം. ആ ആനന്ദ വൈഭവത്തിൽ അഭേദമായി തീർന്നാൽ നമുക്ക് സമാധാനം സംസിദ്ധമാകും. മനസ്സിന്റെ വികാര പ്രക്ഷുബ്ധതകൾക്ക് ഒരിക്കലും അടിപ്പെട്ടു പോകരുത്. അത് മരുമരീചിക കോരിക്കുടിക്കുന്നതിന് സമാനമാണ്. മിറാജ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ എന്നിട്ട് ഈ മരുമരീചിക കോരിക്കുടിച്ചിട്ട് ദാഹമടക്കാമെന്ന് വിചാരിക്കുന്നത് പോലെയാണ് മനസ്സിന്റെ വൈകാരികതകൾ കടിപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വികാര പ്രക്ഷുബ്ധതകള്, അഷ്ടരാഗങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹം വർദ്ധിച്ചു വരുമ്പോൾ വേദാന്ത ദർശനം ശ്രവണം ചെയ്യാൻ അവസരം ലഭിച്ച ധന്യാത്മാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക: സച്ചിന്തയും സത്വാക്കും സത്കർമ്മവും മാത്രം മതി ജീവിതത്തെ ധന്യമായി സമാധാന സമ്പൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. നഹി കല്യാണകൃത് ദുർഗതിം താതകച്ചതി. നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതിയില്ല, നന്മ ചിന്തിക്കുന്നവന് ദുർഗതിയില്ല, നന്മ പറയുന്നവന് ദുർഗതിയില്ല. അതുകൊണ്ട് നല്ലത് അശിച്ചുകൊണ്ട്, നല്ലത് സ്വദിച്ചുകൊണ്ട്, ആന്തരിക നൈർമല്യം സ്വാംശീകരിച്ചുകൊണ്ട് സത്സ്വരൂപമായിരിക്കുന്ന അനശ്വര ബോധത്തെ, ആദ്യന്തരഹിതമായിരിക്കുന്ന ചൈതന്യത്തിന്റെ വ്യാപകത്വം ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടുകൊണ്ട്, അതിന്റെ വ്യാപകത്വം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് പരിലസിക്കുന്നത് ഉൾക്കണ്ണുകൊണ്ട് അറിഞ്ഞുകൊണ്ട്, യാതൊരു ഭേദവുമില്ലാതെ തത്വമസി മഹാവാക്യം നിരന്തരം ഭാവന ചെയ്തുകൊണ്ട് ആ അനുഭവത്തിലേക്ക് ഉയരാൻ ഇതിന്റെ ശ്രോതാക്കൾക്കെല്ലാം കഴിയട്ടെ. ആദിശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹ കടാക്ഷം നിതരാം ലഭിക്കുന്നുണ്ട്. അനശ്വരാനന്ദ സ്വരൂപമായിരിക്കുന്ന, അദ്വയ സത്യസ്വരൂപമായിരിക്കുന്ന ശ്രീ ശങ്കര ഭഗവത്പാദരുടെ പാദാരവിന്ദങ്ങളിൽ ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന ഈ വാക്കുകൾ സത്യസ്വരൂപനായിരിക്കുന്ന, ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന, അരൂപരൂപ സ്വരൂപമായിരിക്കുന്ന എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ ഈ വാക്കുകൾ പൂജാ മലരുകളായി അർപ്പിച്ചുകൊണ്ട് ആ പരമമായ സത്യത്തെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയ്ക്കാൻ അനുഗ്രഹ വൃഷ്ടി സത്സ്വരൂപികളായ ഗുരുക്കന്മാർ നിതരാം നൽകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറാം. അത് അദ്വൈത സത്യത്തിന്റെ ശോഭയായി പരിണമിക്കട്ടെ. ഓ തത്സത്. വളരെ സന്തോഷം മാതാജി. ഒരു 5 മിനിറ്റ് കൂടെ സമയം അനുവദിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ജയശങ്കര മാതാജിയുടെ വാക്കുകളുടെ കുറച്ച് ദിവസമായി ഓർമ്മ. ഞാൻ ഇന്ന് ആശ്രമത്തിന് വിളിച്ച പൂർണ്ണാനുഭൂതി എന്ന നമ്മുടെ ഗുരുജിയുടെ ശാന്താനന്ദയുടെ ആ പുസ്തകത്തിലെ വായിച്ചിട്ടുള്ള വരികൾ ഓർത്തുപോവുകയാണ്. ഞാൻ വീണ്ടും പുസ്തകം നോക്കി. അപ്പൊ നമ്മുടെ എന്താ പറയുക, വിത്ത് മുളപ്പതുപോലെ ചിത്തം വൃത്തിപ്പെടുവത് സംസാരം. വിത്ത് മുളപ്പതുപോലെ ചിത്തം വൃത്തിപ്പെടുവത് സംസാരം. തത്വവിചാരത്താലെ ചിത്തം ചത്തന്നാലോ മുക്തിപദം. ഗംഭീരമായി ഗുരുജി പൂർണ്ണാനുഭൂതി നമുക്ക് പകർന്നു നിൽക്കുന്നു. തീർച്ചയായിട്ടും ആദ്യം വായിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ മാതാജി പറഞ്ഞു കഴിയുമ്പോഴാണ് അതിലേക്ക് കടന്നു കയറാനുള്ള പടികൾ മനസ്സിലായി വരുന്നത്.
തീർച്ചയായിട്ടും മാതാജിയുടെ വാക്കുകൾ ഒരുപാട് എന്താ സന്തോഷം നൽകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലാസ് ലോകോപകാരപ്രദാർത്ഥമായി മാതാജി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സുകളിൽ ചിന്തകളിലൊക്കെ ഒരുവരോട് നന്മ നിറയ്ക്കുന്നു, വെളിച്ചം നിറയ്ക്കുന്നു. മാതാജി പ്രണാമം. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് വെക്കാം. മാതാജിയുടെ പ്രവർത്തനങ്ങൾക്കായി കാതോർത്തുകൊണ്ടേയിരിക്കുന്നു. ജയശങ്കര ജയശങ്കര. ജയശങ്കര വാമനേട്ടാ, നമസ്തേ. നമുക്ക് ഈ മാതാജിയുടെ അനുഗ്രഹ പ്രഭാഷണം ശ്രവിക്കാൻ സാധിക്കുന്നത് തന്നെ വളരെ എന്താ പറയുക, ഒരു ഈശ്വരാനുഗ്രഹം എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ 1 മണിക്കൂർ എങ്ങനെയാണ് കടന്നുപോയത് എന്ന് അറിയില്ല. നമ്മുടെ ഈ മനസ്സിന്റെ വിചാരധാരകളൊക്കെ എപ്പോഴും ഒരുമിച്ച് പോകണമെന്നില്ല. കാരണം ആഗ്രഹങ്ങൾ ഇങ്ങനെ അലകടല് പോലെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തിട്ട് വീണ്ടും ആഗ്രഹത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ശമനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ നമ്മുടെ മനസ്സിന്റെ വിചാരധാരകൾ, ഇതുപോലുള്ള വാക്കുകൾ, ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആ മനസ്സിലുണ്ടാവുന്ന സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ നമ്മുടെ ആശ്വാസകരമായ കുറച്ച് ഉത്തരങ്ങളും തന്നെ നൽകുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പ്രഭാഷണം ശ്രവിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. മാതാജിക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി പറയുന്നു. ജയശങ്കര. ജയശങ്കര ശ്രേഷ്ഠ. ജയശങ്കര ജയശങ്കര. തീർച്ചയായിട്ടും എല്ലാ ദിവസത്തെ പോലെയും ഇന്നത്തെ ക്ലാസ്സുകളും വാക്കുകൾക്ക് അതീതമാണ്. അനവധി കാര്യങ്ങൾ നമുക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. സാക്ഷാൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ അദ്വൈത സിദ്ധാന്തമാണ് ഇന്ന് വളരെ മനോഹരമായിട്ട് നമുക്ക് മാതാജി പറഞ്ഞു തന്നത്. അപ്പോൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുകയും ഈശ്വരൻ ചിത്തത്തിലാണെന്നുള്ളതും അതിനെ അറിഞ്ഞ് ആ പരമമായ ബ്രഹ്മത്തെ അറിയുന്നതിനെക്കുറിച്ചും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അദ്വൈതം എന്ന് എല്ലാവരും പറയുമെങ്കിലും അതെന്താണ് എന്നൊരു പക്ഷേ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കി എന്നാണ് എൻ്റെ ഒരു ധാരണ. എല്ലാവർക്കും അത് പ്രയോജനകരമായിരിക്കുന്നു. പിന്നെ മറ്റൊന്ന്, സ്വാമിനി പറഞ്ഞതുപോലെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ സന്തോഷമായിട്ടിരിക്കണമോ വേണ്ടയോ. അപ്പം നമ്മളുടെ ആ പ്രസൻറ്റ് അവസ്ഥയെ നമ്മൾ എങ്ങനെ ചിത്തത്തെ നിയന്ത്രിച്ചുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിപ്പോൾ ഇങ്ങനെ മനസ്സിൽ വന്നതാണ്. അപ്പോൾ ചോദിച്ചു, ചില ഇപ്പം ഞാൻ നന്നാവണം, ഇങ്ങനെയാണ് തിരുമേനി, ഞാൻ നന്നാവണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരാളെക്കുറിച്ചും ചീത്ത ചിന്തയില്ല. ഞാൻ മറ്റൊരാൾക്ക് നന്മ വരണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റൊരാളെക്കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയുമില്ല. പക്ഷേ മറ്റു ചിലരുടെ ചില ആക്ഷൻസ്, ഒരു പ്രത്യേക എസ്പെഷ്യലി ചില നാർസിസ്റ്റ് ബിഹേവിയറുള്ള ആൾക്കാരുണ്ട്. ഈ നാർസിസ്റ്റ് ബിഹേവിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ചില പ്രവർത്തനങ്ങൾ എന്നെ വളരെ അധികം വ്രണപ്പെടുത്തുന്നു, വികാരാധീനയാക്കുന്നു, വിഷമപ്പെടുത്തുന്നു. ഞാൻ എങ്ങനെ അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ഉത്തരം എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കുക, ഭക്തി ചിന്തിക്കുക എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ മാതാജിയുടെ ചിന്ത എന്താണ്, അങ്ങനെ വല്ലതും പറഞ്ഞു തരാൻ പറ്റുമോ? ജയകൃഷ്ണൻജി നമസ്തേ. ജയശങ്കര. ജയകൃഷ്ണൻജി, ഇത് യഥാർത്ഥത്തില് മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ളതിനെ കുറിച്ച് നമ്മളുടെ ഉള്ളില് വച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളൊന്നും യഥാർത്ഥത്തിൽ അതാകണമെന്നില്ല, ഒന്നാമത്തത്. മാത്രമല്ല, നമ്മൾ ഒരാളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും ആ വിചാരം അയാളുമല്ല. നമ്മളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് പോലും നമ്മളല്ല. നമ്മളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മൾ ആത്മാവാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ എന്ത് വിചാരിക്കുന്നോ നമ്മളല്ല. വിചാരങ്ങളെല്ലാം വന്നു പോകുന്ന മേഘങ്ങൾ പോലെയാണ്. ആത്മസത്തയിൽ വന്നു പോകുന്ന അനശ്വരാകാശത്തില് യാതൊരു പോറലും ഏൽക്കാതെ ബാധിക്കലും ഉണ്ടാകാതെ വന്നു പോകുന്ന മേഘശകലങ്ങളെ പോലെയാണ് ഈ വികാരങ്ങൾ. അപ്പൊ ഈ വികാരങ്ങൾ സത്യമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അതില് പ്രക്ഷുബ്ധതയും വികാര വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടോ അവര് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഇത് രണ്ടും നമ്മളെ സ്വാധീനിക്കുന്നില്ല. ഞാൻ ആത്മാവാണ് എന്ന തത്വം അറിയാത്തത് കൊണ്ട്, ഞാൻ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ കാണുകയും അവരെ കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഞാനിപ്പോ ഒരു വേദിയില് 1000 പേരിരിക്കുന്ന ഒരു വേദിയിൽ ഞാനൊരു പ്രഭാഷണം നടത്തുന്നു എന്ന് വിചാരിക്കുക.
1000 പേർക്ക് ആ പ്രഭാഷണത്തെ കുറിച്ച് 1000 അഭിപ്രായമായിരിക്കും. യഥാർത്ഥത്തില് പ്രഭാഷണം ഒരാളാണ് നടത്തിയത് ഒരു തരത്തിലാണ്. 1000 അഭിപ്രായം ഒന്നിനെ കുറിച്ച് ഉണ്ടാകാൻ പറ്റില്ല. ആ 1000 അഭിപ്രായം എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഒന്നാണ് അതിന്റെ ശരിയായ അഭിപ്രായം. അപ്പോഴ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് 1000 തരത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോഴും വ്യക്തി ഒന്നാണ്. അപ്പൊ ഈ വിലയിരുത്തലുകളൊന്നും വ്യക്തിയെ സ്വാധീനിക്കുന്നില്ല. പിന്നെ മാത്രവുമല്ല, വ്യക്തി തത്വമാണ്, വ്യക്തി വികാരങ്ങളല്ല. വികാരങ്ങൾ എന്റേതുകളാണ്. എന്റെ മനസ്സ്, എന്റെ ചിന്ത ഞാനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന വികാരങ്ങൾ തനിക്ക് പ്രയോജനം ചെയ്യുന്നില്ല എന്നറിഞ്ഞുകൊണ്ട്, മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന അസ്വസ്ഥമാക്കുന്ന വികാരങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നില്ല എന്നറിഞ്ഞുകൊണ്ട്, പ്രയോജനത്തെ ചെയ്യുന്നത് മാത്രമാണ് തന്റെ ജീവിത ദൗത്യമെന്ന് തിരിച്ചറിയുന്ന ഒരാൾ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു വികാരങ്ങൾക്കും അടിപ്പെടില്ല. മറ്റുള്ളവർ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് നമ്മളുടെ ചിന്തയാണ്, അത് മറ്റുള്ളവരുടെ ചിന്തയല്ല. നമ്മളുടെ ചിന്തയാണ് നമ്മൾ അവരെങ്ങനെ ഇവരിങ്ങനെ എന്ന് പറയുന്നത്. അവരെങ്ങനെയോ ആയിക്കൊള്ളട്ടെ, അവരവരുടെ ചിന്തയിലാണ് അവരെ കാണുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ ചിന്തകളെ കേന്ദ്രീകരിച്ച് നമ്മൾ താലോലിക്കുന്ന ചിന്തകൾ നമ്മളുടെ ചിന്തകളാണ് എന്ന് ഒന്നാമതായി തിരിച്ചറിയണം. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മളുടെ ഉള്ളിലെ ചിന്തകളാണ് എന്ന് നമ്മൾ ഒന്നാമതായി വളരെ വ്യക്തമായി തിരിച്ചറിയണം. രണ്ടാമതായി, നമ്മൾ താലോലിക്കുന്ന ചിന്തകൾ അവരല്ല, നമ്മളല്ല, ഇത് രണ്ടും തിരിച്ചറിയണം. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ താലോലിക്കുന്ന ചിന്തകൾ അവരല്ല, ആ ചിന്തകൾ നമ്മളുമല്ല. കാരണം ചിന്തകൾ ചിന്തകളാണ്, ചിന്തകൾ വ്യക്തിയാവില്ല. എന്റെ ചിന്ത ഞാനല്ല, അത് വേറൊരു തത്വമാണ്, അത് ഗഹനമായ തത്വമാണ്. പിന്നെ ഈ ആക്കുന്ന ചിന്തകളെ താലോലിക്കുന്ന മൂഢത്വം നമുക്കെന്തിനു വേണം? സാധാരണ തലത്തിൽ പറഞ്ഞാലും നമ്മളെ മറ്റുള്ളവരുടെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മളെ ആ ചിന്തകൾ അസ്വസ്ഥമാക്കുന്നു. ആ അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ നമ്മളാണ് ഉണ്ടാക്കിയത്. ആ ചിന്തകൾ നമ്മൾ തന്നെ സ്വയം നമ്മളെ താലോലിക്കുന്നതിന് വേണ്ടി ആ ചിന്തകളെ നമ്മൾ വെച്ചു പുലർത്തുകയാണ്. അതൊരിക്കലും വെച്ചു പുലർത്താൻ പാടില്ല. അതുകൊണ്ട് ഒരു തരത്തിലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ നമുക്ക് വരാൻ പാടില്ല. ഇനി ഈ ചിന്തകളുടെ ഉദയം എവിടെ നിന്നെന്ന് നമ്മൾ വളരെ ചിന്തിച്ചാല് സംഘാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഇത് കാമക്രോധാദികൾ ഉണ്ടാക്കി ലോഭവും മോഹവും മതവും മത്സരവും പ്രിയാപ്രിയങ്ങളാണ്, ദ്വൈത ചിന്തയാണ്. അപ്പൊ ഇത് തത്വം അറിയാത്തത് കൊണ്ട് മാത്രമല്ല, സാധാരണ വ്യവഹാരത്തിൽ പോലും ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരു ചിന്തയും ഇന്നു മുതൽ ഞാൻ താലോലിക്കില്ല എന്നൊരു നിശ്ചയം എടുക്കുക. കാരണം നമ്മുടെ ചിന്ത മറ്റൊരാളല്ല, നമ്മുടെ ചിന്ത നാമുമല്ല, എന്റെ ചിന്ത ഞാനല്ല, എന്റേതെന്ന് പറയുന്നത് ഒന്നും ഞാനല്ല. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു തരത്തിലും ഒരു പ്രക്ഷുബ്ധ ചിന്തകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരും താലോലിക്കാതിരിക്കുക. മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് ഭൂതകാല ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ ഭാവികാല ഉത്കണ്ഠകളായിരിക്കും. ഈ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും നമ്മൾ ഒരിക്കലും പോകരുത്, ഒരിക്കലും പോകരുത്. കാരണം വർത്തമാനകാലത്തിലേ നമുക്ക് ജീവിതമുള്ളൂ. വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. ഇപ്പോഴല്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ മാത്രമേ ഇന്നേ വരെ എല്ലാവരും ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പോൾ ജീവിക്കും. അതിന് ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്, കാർപ് ഡിയം, എൻജോയ് ദ മൊമെന്റ്. കാർപ് ഡിയം എന്ന് പറയുന്നത് എൻജോയ് ദ മൊമെന്റ്. യു ബി ഇൻ ദറ്റ് ബ്ലിസ്, യു ആർ ദ ബ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് ആണ്. ഒരു പ്രയോജനമില്ല ഭൂതകാല ചിന്തകൾ കൊണ്ടുവരുന്നത് കൊണ്ട്, അസ്വസ്ഥകരമായ ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട്. ഭാവികാല ഉത്കണ്ഠകളൊന്നും ഒരു 99% അങ്ങനെ സംഭവിക്കാത്തതാ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത ഉത്കണ്ഠകളെയും വഹിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഈ ഭൂതത്തിലും ഭാവിയിലും വ്യക്തികളാ കടന്നുകൂടുന്നത്, വസ്തുക്കളാ കടന്നുകൂടുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു തരത്തിലും ഒരു ചിന്തയും നമുക്ക് ആവശ്യമില്ല. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള ദൗത്യം ദൈവം നമ്മിൽ ഏൽപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. മറ്റുള്ളവരുടെ പുണ്യപാപങ്ങളെ വിലയിരുത്താനും നമുക്ക് യാതൊരുവിധ അർഹതയും ഇല്ല. നമ്മൾ ദൈവമേ എന്ന് ചിന്തിക്കുന്നതിനുള്ള നിഷ്കളങ്ക ഹൃദയം സ്വായത്തമാക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞവരോടൊക്കെ പറയാം, ദൈവമേ നമുക്ക് മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അധികാരം എന്താണ്, നമ്മൾ ആരാണ് നമുക്കറിയില്ല.
അവരെന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് പുണ്യപാപങ്ങളുടെ തോത് നിർണയിക്കാൻ നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എല്ലാ ചിന്തകളെയും മാറ്റി, അസ്വസ്ഥകരമെന്ന് തോന്നുന്ന എല്ലാ ചിന്തകളെയും അപ്പൊ തന്നെ മാറ്റി. ഒരിക്കലും അനുവദിക്കേണ്ട. ഏത് ചിന്ത വന്ന് നമ്മളെ അലോസരപ്പെടുത്തിയാലും വേണ്ട, വേണ്ട. എന്തിനാ എന്തിനാ? ഒരു പ്രയോജനം ഇല്ല. നമ്മളുടെ ആ അനശ്വരമായിരിക്കുന്ന ഊർജ വൈഭവത്തെ തിരിച്ചറിയാതെ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്ന് ഞാൻ പൂർണ്ണ ഊർജത്തോടു കൂടി, കാരണം അതുകൊണ്ടാ ഈ ഐ തിങ്ക് നെപ്പോളിയൻ ആണ് ഇതൊന്ന് പറഞ്ഞത്, എവറി മോഷൻ, നിങ്ങളുടെ മോഷൻ മൂവ്മെന്റ് എങ്ങനെയാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചലിക്കുന്നത് എങ്ങനെയാണ്? ഊർജ്ജസ്വലതയോടാണോ? നിഷ്കളങ്കതയോടാണോ? നിർമ്മലതയോടാണോ? ദാറ്റ് മോഷൻ വിൽ അഫക്ട് യുവർ ഇമോഷൻസ്. യുവർ മോഷൻ വിൽ ഡിറ്റർമിൻ യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ചലനം നിങ്ങളുടെ ഇമോഷൻസിനെ ഡിറ്റർമിൻ ചെയ്യും. ഊർജ്ജസ്വലതയോടെ എഴുന്നേൽക്കാം, സ്വസ്ഥതയോടെ എഴുന്നേൽക്കാം, ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ നിർവഹിക്കാം. 10 minutes you see how are you going to plan your day. എല്ലാ ഊർജ്ജസ്വലമായിട്ട്, എല്ലാ ഉണർവോടെ, ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ. അതിനകത്ത് അഷ്ടരാഗം കടന്നുകൂടാൻ അനുവദിക്കില്ല. നോ കോമ്പറ്റീഷൻ. ബട്ട് യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തകൾക്ക് പ്രസക്തിയില്ല. പിന്നെ ഓൾവേസ് ഈ പറഞ്ഞ വ്യക്തിയോട് ജയകൃഷ്ണൻജിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം, നിങ്ങളുടെ ജീവിതത്തെ ഒരു ലക്ഷ്യത്തോട് ടൈപ്പ് ചെയ്യാം. അപ്പൊ യുവർ അറ്റൻഷൻ വിൽ ബി ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് യുവർ ഗോൾ. ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യം ഉണ്ട് എങ്കിൽ ലക്ഷ്യത്തിൽ ശ്രദ്ധ വരുന്നവർ മറ്റുള്ളവരെ ആരെയും ശ്രദ്ധിക്കത്തില്ല. അവരുടെ ആ ഗരിമയിൽ പോകും. അവര് ഒരു വിലയിരുത്തലുകൾക്കും ഒരു ആക്ഷേപങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒന്നിനും വില കൊടുക്കാതെ ആ നിർമ്മലമായിരിക്കുന്ന ഹൃദയം, നിഷ്കളങ്കമായ ഹൃദയം, അഷ്ടരാഗരഹിതമായിരിക്കുന്ന ആന്തരിക നൈർമല്യം ഇങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നഹി കല്യാണകൃത് കച്ചിത് ദുർഗതിം ദാത ഗച്ഛതി. അതുകൊണ്ട് സച്ചിന്ത, സദ്വാക്ക്, സത്പ്രവൃത്തി നമുക്ക് ദൃഢവ്രതമായിട്ട് എടുക്കാം, മുന്നോട്ട് പോകാം. ഇതിന് ഇനി വേറെയും അഭ്യാസങ്ങളുണ്ട്, നമുക്ക് സമയം പോലെ ചർച്ച ചെയ്യാം. ജയകൃഷ്ണൻജി. ജയശങ്കര, ജയശങ്കര. വളരെ നന്നായിട്ട് മാതാജി പറഞ്ഞത് സത്യം തന്നെയാണ്. ഇതേ രീതിയിലൊക്കെ ഞാൻ കുറെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പണ്ടൊരിക്കൽ ഇതേപോലെ പറഞ്ഞപ്പോ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കാണണം, മറ്റു മനുഷ്യരിലും ഈശ്വരാംശമുണ്ട്, അപ്പം തത്വമസി, ഞാൻ തന്നെ ഈശ്വരന്റെ ഭാഗമാണ് എന്നുള്ള പോലെ മറ്റവനെയും കാണണം എന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ ചിന്തിച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോ പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചിന്ത വരും, അപ്പൊ ഈ കാണുന്നത് രാക്ഷസനാണോ എന്ന് ചിന്തിച്ചു പോകുന്നതാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകള് അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യസിക്കാം, നിരന്തരം അഭ്യസിക്കാം. ഭഗവാൻ നമുക്കിതിൽ നിന്ന് ഇപ്പൊ മാതാജി പറഞ്ഞ പോലെ ജയകൃഷ്ണൻജി ചോദിച്ച ചോദ്യം, നമുക്കിതിൽ നിന്ന് മോക്ഷം കിട്ടണം എന്ന് വരികിൽ ഇതുപോലെ ഒരു 10 പ്രാവശ്യമെങ്കിലും ഈ പ്രഭാഷണം കേട്ട് കഴിയുമ്പം നമുക്ക് സ്വയം തോന്നി തുടങ്ങും, നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. വളരെ ശരിയായ കാര്യമാണ്, വളരെ ശരിയായ കാര്യം. സന്തോഷം മാതാജി. സന്തോഷം ചേച്ചി. വളരെ സന്തോഷം മാതാജി. ഇതിന്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജഗദീശന്റെ കാരുണ്യകടാശം, ആചാര്യസ്വാമികളുടെ കാരുണ്യകടാശം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ വാങ്ങുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോക സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര, 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 ജയശങ്കര.